ഹലോ, എല്ലാവർക്കും നമസ്കാരം. പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. മിക്സഡ് സ്പ്രൗട്ട്സ് കറി. ഇതൊരു മസാലക്കറി കൂടിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയുമാണ്. എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കടല മുളപ്പിച്ചതും വെള്ളപ്പയർ മുളപ്പിച്ചതും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ ബാക്കി ചെറുപയറും ഉണ്ട് ഇതിൽ. ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കിട്ടുമല്ലോ ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലോ കുക്കറിലോ എന്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിതൊരു മസാലക്കറി ആയിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. ഇതിലേക്കൊരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്താലും മതിയാവും. ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 or 3 എടുക്കാം, ഒരു കഷ്ണം ഇഞ്ചി, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കാം. പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടലയൊക്കെ സ്പ്രൗട്ട്സൊക്കെ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലാകുമ്പോൾ ഇത് വേവാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കുക്കറിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ നന്നായിട്ട് 2 വിസിലിടുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടി. ഇതിലേക്ക് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ അധികം മസാല ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ സാധാരണ നമ്മൾ മുളപ്പിച്ച ഇതൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു മധുരം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ മധുരമൊന്നും വരില്ല, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും മുളകും കരിവേപ്പിലയും ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തിയുമാണ്. പുട്ടിൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് നമുക്കിത് കഴിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക്